അയ്യോ, രാഹുലിനെ ഓരോരുത്തർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മാനേജ്മെന്റിനോടാണ് കടുത്തത് ദേഷ്യം. ഇവാനൊന്നും വേണ്ട. കാരണം ഇവാൻ സത്യം പറഞ്ഞാല് പിള്ളേരെ കളി നല്ല പൊറാട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്താൽ അവർ നല്ലോണം കളിക്കും. രവി ഫുട്ബോൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകും. പക്ഷെ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ തുടർച്ചയായിട്ടുള്ള ഈ പരാജയം വല്ലാത്ത മാനസിക വിഷമത്തിലാക്കി. സ്റ്റാറേനെ മാറ്റി എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അത് ഈ മാനേജ്മെന്റ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാം സ്റ്റാറേന്റെ തലയിലും കിട്ടുകൊടുത്തു. സ്റ്റാറേനെ മാറ്റിയപ്പോ എല്ലാ കളിക്കാർക്കും ഒരു സന്തോഷമാണ് അല്ല എന്ന് പറയരുത്. കാരണം മാനേജ്മെന്റിന്റെ ഒരു എല്ലാ കുറ്റങ്ങളും സ്റ്റാറേന്റെ തലയിലും കിട്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെടാനുള്ള ശ്രമം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഫുട്ബോൾ ആരാധകർക്ക് അത് വല്ലാത്തൊരു ഇപ്പൊ മാനേജ്മെന്റിനോടാണ് കടുത്തത് ദേഷ്യം. ഇപ്രാവശ്യം ആരവങ്ങളും മറ്റും മറിച്ച് എന്താ ആള് കുറവ്, എത്ര തോൽവിയാണ്. ഇപ്പൊ അതാ ഈസ്റ്റ് ബംഗാൾ നോക്ക്, ഏറ്റവും താഴെയായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ കളിയോട് കൂടിയിട്ട് അവര് ബ്ലാസ്റ്റേഴ്സിനെ കടത്തി വെട്ടി 13 പോയിന്റായി. ഏറ്റവും ലോക്കൽ കളിയായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ. പക്ഷെ ഇപ്പൊ 13 പോയിന്റായി. നമ്മളോ 11 പോയിന്റ്. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ പ്രയോഗം ഇന്ന്. കാരണം ഇവര് പൊതുവെ പുതുമുഖങ്ങളാണ്. മോഹമ്മദൻസ് ഏറ്റവും വലിയ പ്രതിരോധം. നമ്മളെ മറ്റേ മുമ്പ് ജിങ്കനുള്ളപ്പോ നല്ല സുഖമായിരുന്നു പ്രതിരോധത്തില്. പക്ഷെ ഇപ്പോ പ്രതിരോധത്തിന് ആരാ ഉള്ളത്? ഒക്കെ വളരെ മോശം. പ്രതിരോധവും മറ്റേ മുന്നേറ്റവും എല്ലാറ്റിലും വളരെ മോശം. ജിമിനസും നോയുണ്ട്. പക്ഷെ മറ്റേ നമ്മളെ ലൂണ ഒരു ഫോമിലും എത്തിയില്ല. സത്യം പറഞ്ഞാൽ എന്താണ്. പിന്നെ നമ്മളെ വേണ്ടല്ലോ പ്രീതം കോട്ടാലൊക്കെ നല്ല കളിക്കാരനാ. പക്ഷെ ഭാഗ്യമില്ല. ബ്ലാസ്റ്റേഴ്സിന് 70% പിടികൂടിയത് കളീന്റെ മോശം, 25% ഭാഗ്യമില്ലായ്മയും. അയ്യോ, രാഹുലിനെ ഓരോരുത്തർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്താക്കണം എന്നാ പറയല്. പക്ഷെ രാഹുൽ ഭയങ്കര എനർജറ്റിക്കാ. ഭാഗ്യക്കേട്, എല്ലാം കൊണ്ടും ഭാഗ്യക്കേട്. പിന്നെ പൊതുവെ ഈ എല്ലാരും പറയണെന്താ അറിയോ, ബ്ലാസ്റ്റേഴ്സ് മൊത്തം മാറ്റണം, മാനേജ്മെന്റും മാറണം. എല്ലാവരും, രാഹുലും വേണ്ട, ലൂണിയും വേണ്ട, മറ്റേ ജിമിനസും വേണ്ട, നോയും വേണ്ട, ആരും വേണ്ട. പുതിയ മാനേജ്മെന്റ് ഇല്ല. കാസർഗോഡ് വരെ നിൽക്കണം. പിന്നെ 2 ദിവസം റെസ്റ്റ്. അപ്പൊ ഒരു ഉത്തരവാദിത്തം വേണ്ട കളിക്കാരോട്. അപ്പൊ അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കാര്യത്തിലും എല്ലാറ്റിലും ഒരു പ്രതിഷേധം കൂടിയാണ്. മാനേജ്മെന്റ് എല്ലാം കൊണ്ട് ഇപ്പൊ ഈ മുഹമ്മദൻസ് പറഞ്ഞ പുതുമുഖങ്ങളാണ്. മറ്റേ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. ഇവരായിട്ട് എങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ഇനി മേലാൽ ഞാൻ ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കില്ല. ഉറപ്പാ. ഞാൻ രവി. ഞാനിവിടെ അടുത്ത് തന്നെ പച്ചാളം ബാസിന്ന് കേട്ടിട്ടുണ്ടോ? പച്ചാളം. ഞങ്ങളൊക്കെ ഫുട്ബോൾ ആരാധകരായി. എവിടെ ഇപ്പൊ ഞങ്ങളവിടെ ഡോൺ ബോസ്കോയില് കളി നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് പിള്ളേരെ കളി നല്ല പൊറാട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്താൽ അവര് നല്ലോണം കളിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ കളി എന്ത്? അയ്യേ, അല്ല പുരുഷോത്തമൻ വന്നു. പുതിയ കോച്ച് പുരുഷോത്തമൻ വന്നു. ഇവാനൊന്നും വേണ്ട. കാരണം ഇവാനും വേണ്ട, ഒരു കുവാനും വേണ്ട. പുതിയ കോച്ചും ഈ മാനേജ്മെന്റും വേണ്ട. പുതിയ കളിക്കാര്, പുതിയ കോച്ച്. നമ്മളെ ഈ മറ്റേ ഇപ്പോഴത്തുള്ള കളിക്കാർ ആരും വേണ്ട. എല്ലാരും അഭിപ്രായം അതാണ്. പിന്നെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ.